പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ പിശാച് തൻ്റെ പരീക്ഷ തികച്ച ശേഷം കുറേ കാലത്തേക്ക് യേശുക്രിസ്തുവിനെ വിട്ട് മാറി. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ ശത്രുവിൻ്റെ പരീക്ഷകളെ പലപ്പോഴും അഭിമുഖീകരിക്കുന്നവനാണ്. നമ്മുടെ നസ്രയനായ യേശുക്രിസ്തുവും യോർദാനിൽ പരിശുദ്ധാത്മാപൂർണനായി തീർന്ന ശേഷം അവിടം വിട്ട് മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയും 40 ദിവസം പിശാചിൻ്റെ 3 പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വന്നതായ സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ അവിടെയെല്ലാം യേശു കർത്താവ് തൻ്റെ ദൈവത്തിൻ്റെ വചനത്താൽ അതിനെ ജയിച്ച് കഴിഞ്ഞ് അവൻ ഒരു പുതിയ ദൗത്യത്തിലേക്ക് കാലുകുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നുള്ള പരീക്ഷകളെ നോക്കിയിട്ട് ഭയപ്പെടേണ്ട. നിങ്ങൾ തികഞ്ഞ ഒരു ആത്മീയനാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അല്ല രോഗബന്ധനങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, കുടുംബത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ആത്മീയ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ഇങ്ങനെ തുടങ്ങി ഒരു ഭക്തന്റെ ജീവിതത്തെ എന്തിൽ അലട്ടിയാൽ അവനെ തകർക്കാമെന്ന് നോക്കി പിശാച് ചുറ്റി നടന്ന് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താലും ആത്മധൈര്യത്താലും അതിനെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. നമുക്ക് കർത്താവിൽ വചനത്താൽ ഈ ശത്രുവിൻ്റെ ശക്തിയെ ജയിപ്പാൻ കഴിയും. യഹോവയുടെ ആത്മാവിനാൽ ദൈവവചനത്താലും ഈ പരീക്ഷയെ ജയിപ്പാൻ നമുക്ക് കൃപ പ്രാപിപ്പാം. ഇത് അല്പകാലത്തേക്കുള്ള പരീക്ഷ. ഇതിൽ ദൈവം നമ്മെ ജയിപ്പിക്കും.